പിന്നെ ഞാൻ കുറച്ച് വിവാദങ്ങളായിട്ടുള്ള പലർക്കും ഉള്ളൊരു സംശയങ്ങൾ ചോദിക്കാം. ഇപ്പൊ ചേച്ചി എന്തുകൊണ്ട് മഴവിൽ മനോരമയെന്ന് ബമ്പർ ചിരിന്ന് പോകുന്നു, ഫ്ലവേഴ്സിൽ നിൽക്കുന്നു, അതെന്തോ പൈസയുടെ വിഷയം കൊണ്ടാണ്, ചേച്ചിനെ പുറത്താക്കിയതാണ്, അങ്ങനെ പല കമന്റ്സ് ആയിട്ടും സുമി നീ ഫ്ലവേഴ്സിന് മഴവില്ലിനെ മറക്കരുത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അത് എന്താ പറയുന്നത്, നമ്മൾ ആർട്ടിസ്റ്റുകളല്ലേ, ഇപ്പം എന്താ പറയുന്നത്, നമ്മളെ ആവശ്യപ്പെടുന്നിടത്ത് നമുക്ക് ഡിമാൻഡ് ഉള്ളിടത്ത് നമ്മൾ പോകുന്നത്. മഴവില്ലുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ലെന്നല്ല, അയ്യോ നാക്ക് ചതിച്ചോ. മഴവില്ലുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. മഴവില്ല് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത് പ്രൈസ് മണി ആയിരുന്നു. ആ സമയത്ത് എനിക്ക് കോമഡി ഉത്സവത്തിൽ, ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവത്തിൽ ഫിക്സഡ് പേയ്മെന്റിന് വിളിച്ചു. അപ്പൊ ഇതിനകത്തും ഈ ഐറ്റം വേറെക്കകത്തും എന്നോട് ചോദിച്ചതാ ക്യാരക്ടർ എൻട്രി വേണോ അതോ എന്തെന്നാ പ്രൈസ് മണിയുടെ കോമ്പറ്റീഷൻ, അത് വേറുള്ള ടീമുമായിട്ടല്ലല്ലോടാ, നമ്മൾ മാത്രമായിട്ടുള്ളതല്ലേ, അങ്ങനെ വേണോന്ന് ചോദിച്ചു. ബമ്പർ ചിരിയിലും അങ്ങനെ തന്നെയായിരുന്നു, വേറുള്ള ടീമുമായിട്ടല്ല, എന്താ പെർഫോമൻസ് നമ്മുടെ അതിന്റെ കൗണ്ടറിനനുസരിച്ചായിരുന്നു പ്രൈസ് മണി. അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പം ഇതിനകത്ത് നിൽക്കുന്ന നല്ലത്. എങ്ങനെയാ, ആദ്യത്തേത് പേയ്മെന്റ് മനോരമയെക്കാട്ടിൽ കുറച്ച് കൂടുതൽ കിട്ടിയുണ്ട്, മാറി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാട്ടോ മാറിയതല്ലാതെ അഹങ്കാരം കൊണ്ടൊന്നും മനോരമയെ മറന്നിട്ടൊന്നുമില്ല. ബമ്പർച്ചിരിയിലെ ശ്രുതി മേഡത്തിനോട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും. അതുപോലെ മഞ്ജു ചേച്ചി, സാബുചേട്ടൻ, നസീർക്ക, അവരൊന്നും ഒരിക്കലും, അവരാണ് ഫസ്റ്റ് ടൈം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കല്ലേ, മനോരമയായിട്ട് ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴും മനോരമയെ വിളിച്ചതാണ്. അപ്പം ഇവിടെ ഇപ്പം എഗ്രിമെന്റ് ആയത് കാരണം പോവാത്തതാ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരേ പാറ്റേൺ അല്ലേ, സെയിം പാറ്റേൺ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പോവാൻ പറ്റത്തില്ല. അല്ലാതെ മനോരമ ഞാൻ സീരിയൽ ചെയ്തായിരുന്നു, കണ്ടില്ലേ? കണ്ടില്ലേ? സൂപ്പർ കൺമണി എന്ന് പറഞ്ഞ സീരിയലൊക്കെ ഞാൻ ചെയ്തായിരുന്നു. അത് ഞാൻ കണ്ടില്ലേ, ഞാൻ ഏഷ്യാനെറ്റില് നമ്മുടെ പ്രോഗ്രാം തുടങ്ങാതെ കാണുന്നത് ചേച്ചിക്ക് അറിയാലോ. അങ്ങനെ